വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി കേക്കാണ്. ക്യാരറ്റ് ഡേറ്റ് കേക്ക്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എല്ലാ നല്ല ഇൻഗ്രീഡിയൻസും കറക്റ്റ് അളവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ക്യാരറ്റിന് 1 കപ്പ് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സിന് ഞാൻ 3/4 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ട് 1/4 കപ്പ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അതിനകത്ത് കശുവണ്ടി, കുരുവില്ലാത്ത മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി, പംകിൻ്റെ സീഡ്, ഇതൊക്കെ ഉണ്ട്. അതങ്ങനെ 1/4 കപ്പ് ഞാൻ അതെടുത്തിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് എണ്ണ എടുത്ത് സൺഫ്ലവർ എണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പഞ്ചസാര 1/4 കപ്പ് ആവശ്യം വരും. 1/2 കപ്പ് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വരും. 3/4 കപ്പ് നമുക്ക് അതിനോട് പൊടിച്ച് ചേർക്കേണ്ടി വരും. മൈദ 1 കപ്പ് ആണ് കണക്ക്, പക്ഷേ 1 കപ്പിന് കൂടുതൽ ആവശ്യം വരും. നമ്മളിതിനൊക്കെ വെള്ളാംശം കൂടുതലുള്ളതായത് കൊണ്ട് 1 കപ്പിന് കൂടുതൽ ആവശ്യമുണ്ട്. അതിൻ്റെ കണക്ക് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ആവശ്യം വരും. 1 നുള്ളി ഉപ്പ്, സ്പൈസസ് പൊടിച്ചത് 1 ഫുൾ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സ്പൈസസിനകത്ത് ഞാൻ പട്ട, തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്കപ്പത്രി, പിന്നെ ഇവയെല്ലാം ചേർത്ത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡ ഞാൻ ഉപയോഗിക്കാറില്ല. ബേക്കിംഗ് പൗഡർ ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചും ചേർക്കാറുണ്ട്. പിന്നെ നെയ്യ് ആവശ്യത്തിന് ഉപയോഗിക്കും. നെയ്യ് അതിൻ്റെ കണക്ക് ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്റ്റൗ കത്തിച്ച് ക്യാരറ്റ് ഒന്ന് വഴറ്റാം. അതിനകത്തെ വെള്ളാംശം ഒന്ന് പോകാൻ വേണ്ടി വഴറ്റാം. നമുക്കതിന് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ക്യാരറ്റ് വഴറ്റി അതിനകത്തെ വെള്ളാംശം കളയണം. അല്ലെങ്കിൽ അപ്പോൾ ക്യാരറ്റിന് ഒരു ടേസ്റ്റും ഉണ്ട്. ഈ ക്യാരറ്റിനൊരു കുത്തലുണ്ട്. നമ്മൾ നെയ്ക്കകത്ത് വഴറ്റുമ്പോൾ ആ കുത്തൽ മാറും. ഇങ്ങനെ കുറേ ചെറിയ ടിപ്സുകളുണ്ട്. അങ്ങനെ ഉണ്ടോ, നല്ല അതിൻ്റെ വെള്ളാംശം ഒന്ന് മാറി ആ നെയ്ക്കകത്ത് ഒന്ന് മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ക്യാരറ്റ് ഇത്രയും വഴന്നാൽ മതി. ഇവിടെ ഞാൻ നമ്മുടെ ഈത്തപ്പഴം ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുക. ഈത്തപ്പഴം മിക്സിയിൽ അടിക്കാതെ ചെറുതായിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇതിനകത്ത് ചെയ്യുമ്പോൾ ഈന്തപ്പഴത്തിൻ്റെ നല്ല ടേസ്റ്റ് നമ്മുടെ കേക്കിനകത്ത് വരും. ഇവിടെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 സ്പൂൺ അവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടീസ്പൂൺ ഇവിടെ ഒഴിച്ച് കൊടുക്കും. അതിനോട് ചേർക്കുക. ഈന്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഞാൻ വൈനിനകത്ത് 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് വൈനില്ലായെങ്കിൽ കുഴപ്പമില്ല, ഓറഞ്ച് ജ്യൂസിനകത്തോ അങ്ങനെ എന്തിനകത്തായാലും ഇട്ട് വെച്ചിരുന്നാലും മതി. ഇനി ഇല്ലെങ്കിൽ തന്നെ അതിന് നമ്മൾ കാരമലൈസ് ചെയ്യുന്ന പഞ്ചസാരക്കകത്തോട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയാലും മതിയാവും. എല്ലാം ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. ഇതിനകത്തോട്ട് നന്നായി മിക്സ് ചെയ്ത് ചേർക്കുക. ഈ കാരമലൈസ് ചെയ്യുന്നതിനകത്തോട്ട് അരിഞ്ഞിട്ട് അതിനകത്തിട്ട് വേവിച്ചാലും കുഴപ്പമില്ല. അതും ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇത് ഈസിയായിട്ട് തോന്നി. ഇതിൻ്റെ ടേസ്റ്റ് വേറെയൊന്നും എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുണ്ട് നമ്മുടെ ക്യാരറ്റിനോട് കൂടെ ആ ക്യാരറ്റ് എല്ലാം ചേർന്നു. ഇനി നമ്മൾ മറ്റേതിനകത്ത് മിക്സ് ആകുമ്പോൾ ബാക്കി കൂടെ മിക്സ് ആയിക്കോളും. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. 1 കപ്പ് മൈദ, ഞാൻ ഈ കപ്പിനാണ് എല്ലാ അളവും എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദ അരിച്ച് തയ്യാറാക്കിയതാണ്. അത് നമുക്ക് ആദ്യം എടുക്കാം. അതിന് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അത് ഇതിനകത്തിടാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത്
ഒരു ഫുൾ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ ഞാൻ ഇടുന്നില്ല. ഒരു നുള്ള് ഉപ്പ്, സ്പൈസസ് പൊടിച്ചത് 1 ടീസ്പൂൺ, ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പ് എല്ലായിടവും പിടിക്കാനാണ് ചെയ്യുന്നത്. ഉപ്പ് എല്ലായിടവും പിടിക്കണം, അല്ലെങ്കിൽ ഓക്കെ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് എസൻസാണ്. എസൻസ് കുറച്ചിടുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്ര എസൻസ് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ എസൻസ് ഉണ്ടാവും. വാനില എസൻസാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഇനിയും ആഡ് ചെയ്യുന്നത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും എണ്ണയുമാണ്. മുട്ടയും എണ്ണയും ബീറ്റ് ചെയ്യുന്നത്, ആദ്യം മുട്ട മിക്സിയിൽ ബീറ്റ് ചെയ്ത് നന്നായി പതപ്പിക്കുക. അതിനുശേഷം എണ്ണ അതിൽ ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. അത് മെല്ലെ നമുക്കത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് ഒരേ സൈഡിലോട്ട്, ഇങ്ങനെ ഓരോ സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്യണം. 3 മുട്ടയും 3/4 കപ്പ് എണ്ണയാണ്. ഞാൻ 3/4 കപ്പിൽ ഒരു ശക്കല എണ്ണ കുറച്ചിട്ടുണ്ട്. കാര്യം പിന്നെ നെയ്യ് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വഴറ്റാൻ വേണ്ടി 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് എണ്ണയിൽ ശക്കല 1 ടീസ്പൂൺ നെയ്യ് കുറച്ചിട്ടുണ്ട്. ക്ലോക്ക് വൈസ് എപ്പോഴും ഇങ്ങനെ ക്ലോക്ക് വൈസ് ചെയ്യണം. ഇത് കാരമലൈസ് ചെയ്ത പഞ്ചസാരയാണ്. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് കാരമലൈസ് ചെയ്തത്. അത് എങ്ങനെയാണ് കാരമലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 1/2 കപ്പ് പഞ്ചസാര പാത്രത്തിനകത്തിട്ട് അത് നന്നായി ഉരുക്കി ചുമന്ന് വരുമ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ അതിനകത്ത് ഒഴിച്ചേക്കുന്നത്. അത് ഒഴിച്ചിട്ട് അത് ഇതായി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് ഇത് ചെയ്തെടുക്കുന്നതാണ് കാരമലൈസ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അത് കാരമലൈസ് ചെയ്ത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും ക്ലോക്ക് വൈസേ ചെയ്യാവൂ. മെല്ലെ ഇനി നമുക്ക് ക്യാരറ്റും ഡേറ്റും കൂടെ വഴറ്റി വെച്ചേക്കുന്നത് നമുക്കിടാം. ഇത് എന്നിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. കാര്യം ഇത് കണ്ടോ, ഇപ്പോൾ കറക്റ്റാണ്. പക്ഷേ നമ്മൾ ക്യാരറ്റ് ഒക്കെ അതിനകത്തുനിന്ന് ഇനി വെള്ളം വിടുന്ന സാധനമായതുകൊണ്ട് ഇച്ചിരൂടെ ടൈറ്റായിരിക്കണം. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നത്. നമ്മളൊരു കപ്പ് നിറച്ച് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു.
അത് കൂടാതെ 1 ടേബിൾ സ്പൂൺ കൂടെ നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. അത് ഇതുപോലെ മെല്ലെ ഇത് ചെയ്യണം. ഇങ്ങനെ ക്ലോക്ക് വൈസ് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ ആവും. ഇങ്ങനെ മെല്ലെ ഇനി നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർക്കാനുണ്ട്. അതിനകത്ത് കുറച്ച് പൊടി ചേർക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മൈദപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. കാര്യം അത് അടിയിലോട്ട് താന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മൈദ വരും. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മൈദ അതിനകത്ത് വരും. അപ്പോൾ എല്ലാം പാകമാകും. ഇപ്പം കണ്ടോ, ഇതെല്ലാം ചേർന്നു. മധുരമൊക്കെ ഇതിൻ്റെ ആവശ്യത്തിനുണ്ട്. ഇതാണ് പരുവം. ക്യാരറ്റ് ഡേറ്റും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ പരുവം ഇതായിരിക്കും. ഈ പരുവത്തിൽ നമ്മൾ എടുക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഡ്രൈ ഫ്രൂട്ട്സാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ കണ്ടോ നമ്മുടെ മൈദയിൽ മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അത് അതിനകത്തോട്ടിട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ബെറി അങ്ങനെയുള്ള സാധനങ്ങളാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ ഒരുപാട് മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. എല്ലായിടവും ഒന്ന് ആകത്തക്ക വിധത്തിൽ മിക്സ് ചെയ്താൽ മതി. ഇനി മുകളിൽ നമ്മൾ സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കശുവണ്ടിയും പിന്നെ മുന്തിരി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ മുകളിലിടുന്നതായിരിക്കും. ഇത് നമ്മൾ കേക്ക് എൻ്റെ പാത്രത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അതിന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് എയർ ഉണ്ടെങ്കിൽ അത് പോകണം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുപ്പിൽ വെക്കാം. ഇവിടെ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അടിയിലൊരു തവ വെച്ചിട്ടുണ്ട്. ആ തവ നന്നായി ചൂടാകുമ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ബിരിയാണി പാത്രമാണ്, അതിനകത്താണ് ഇത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നിരത്തി അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ നമ്മുടെ കേക്കിൻ്റെ മിക്സ്ചർ വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ തവയും ഈ പാത്രവും എല്ലാം നന്നായി ചൂടായതിന് ശേഷം ഇതിനെ ഞാൻ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് എന്നിട്ട് ഈ അടപ്പ് വെച്ച് നന്നായി അടച്ച് വെക്കുക. ഇങ്ങനെയുള്ള അടപ്പാണ്, ആവി പോകുന്ന അടപ്പാണ്. കുഴപ്പമില്ല. അപ്പം നമുക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഇനിയും കാണിച്ചു തരാം. ഇതിങ്ങനെ കൊത്തി നോക്കുമ്പോഴത്തേക്ക് ഒന്നും പിടിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഇത്. ഓവനിലാണെങ്കിൽ ഓവലിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ അടുപ്പിലാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. കുറഞ്ഞത് 1.5 മണിക്കൂർ എടുക്കും. ഫ്ലെയിമിനനുസരിച്ചിരിക്കും. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് ആക്കേണ്ട. ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇത് ക്യാരറ്റ് കേക്ക് ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. അതിനകത്ത് വെള്ളം ഇതുള്ളത് കൊണ്ട് കുറച്ച് സമയമെടുക്കും. എന്നാലും നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.